अभयप्रदा मणिगणै नानाविधैर्भूषिता അമ്പലത്തിൽ പോയി വരാം. ഇവളുടെ പറഞ്ഞാളാ. അത് ശരി. രശ്മി ചേച്ചി ഇപ്പൊ ജോലിക്ക് പോകാറുണ്ടല്ലേ? ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കാണാറുണ്ട്. അവള് വീട്ടിലേക്ക് പോയിട്ട് ഇപ്പൊ കുറച്ചായി. ഞങ്ങൾ തമ്മിൽ ഇപ്പോ വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ല. ആ വിനോ ഒന്ന് കൂടണ്ടാ. ആ നമുക്കൊന്ന് കൂടിക്കളാം. ശരിക്കും എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അതൊരു ചെറിയ ഇഷ്യൂ ആടാ. അതൊക്കെ പോട്ടെ. എന്നാലും പറയടാ. അതൊരു ചെറിയ സാമ്പത്തിക പ്രശ്നമാടാ. ഞങ്ങൾ തമ്മിലിപ്പോൾ വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ല. കോട്ടയെന്ന് വെക്കാൻ എളുപ്പമാണ്, ചേർത്ത് പിടിക്കാനാണ് പാട്. കഴിഞ്ഞു പോയ ദിവസങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് രണ്ടാൾക്ക് കൂടി സന്തോഷത്തോടെ ജീവിക്കാനുള്ള സമയങ്ങളാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. നാണക്കേടൊന്നും വിചാരിക്കണ്ട, ഒന്ന് ചെന്ന് വിളിച്ചു നോക്ക്. ഇനിയുള്ള ജീവിതം ഒരു സ്വർഗമാണെങ്കിലോ. അവനിപ്പോ അവളെ വേണ്ട, അവളുടെ പണം മാത്രം മതി. അത് തന്നെയാ പ്രശ്നം. 5-6 വർഷം സ്നേഹിച്ച് കല്യാണം കഴിച്ചവരല്ലേ അവര്? നമ്മളെ പോലെ തന്നെ. ഞാനായതുകൊണ്ട് നിന്നെ 5 പൈസ സ്ത്രീധനം വാങ്ങാതെ കെട്ടി. കിട്ടിയത് തന്നെ. ഞാൻ തന്നെയല്ലേ നിങ്ങളുടെ ധനം. പിന്നെ അല്ലാതെ. നമുക്കൊന്ന് ചേച്ചിയുടെ വീട്ടിൽ കയറിയിട്ട് പോയാലോ? ഇപ്പം പോണ്ട, പിന്നീട് ഒരിക്കലാവാം. ഇന്ന് നിനക്ക് ഡ്യൂട്ടി ഇല്ലേ? എനിക്ക് വീട്ടുകാരുടെ മുന്നിൽ കൈ നീട്ടുന്നു. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് ബിസിനസ് ആവശ്യത്തിന് 5 ലക്ഷം രൂപ വേണം. അത് നീ വീട്ടിൽ പോയി വാങ്ങിച്ചു കൊണ്ടുവന്നേ മതിയാവും. ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. വിവാഹത്തിന് ശേഷം നിങ്ങൾ എന്നെ ജോലി റിസൈൻ ചെയ്യിപ്പിച്ചു. അന്നേ ഞാൻ കരഞ്ഞു പറഞ്ഞതല്ലേ അത്രയും ആഗ്രഹിച്ച് നേടിയെടുത്ത ജോലിയാണിതെന്ന്. ഇപ്പോഴും എന്റെ വീട്ടുകാരുടെ മുന്നിൽ എപ്പോഴെപ്പോഴും കാശിനായി കൈ നീട്ടണം. നിങ്ങൾക്കാണെങ്കിൽ എത്ര കിട്ടിയാലും മതിയാവേ ഇല്ല. ഇനി എനിക്ക് വയ്യ, ഞാൻ ചോദിക്കില്ല. ഇനി എന്നെ നിർബന്ധിക്കരുത്. ഞാൻ ആ ഹോസ്പിറ്റലിലെ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്. എന്നാ പോയി ജോയിൻ ചെയ്യടി. ക്യാഷ് മാറ്റല്ലാതെ നാളെ എന്നോട് കണ്ടുപോരുത്.